ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വാരഫലത്തെക്കുറിച്ചാണ്. 2026 ജൂലൈ മാസം 6-ാം തീയതി മുതൽ 11-ാം തീയതി വരെയുള്ള ഒരു ആഴ്ചത്തെ ഫലം. കൊല്ലവർഷം 1201-ാം ആണ്ട് മിഥുനമാസം 21-ാം തീയതി മുതൽ 27-ാം തീയതി വരെയാണ് ഈ ആഴ്ച. ഈ ആഴ്ചത്തെ പ്രധാന വിശേഷ ദിവസങ്ങൾ: ജൂൺ മാസം 10-ാം തീയതിയാണ് ഏകാദശി. അത് 11-ാം തീയതി രാവിലെ 11 മണി വരെയുണ്ട്. അതിന് അനുസരിച്ച് വ്രതാനുഷ്ഠാനങ്ങളൊക്കെ എടുക്കുകയും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ വളരെ ഉത്തമമാണ്. ശ്രേയസ്സിനും യശസ്സിനും ഒക്കെ നല്ലതാണ്. അതുപോലെ 12-ാം തീയതി, ജൂൺ മാസം 12-ാം തീയതിയാണ് പ്രദോഷം. ശ്രീ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും പ്രദോഷവ്രതം എടുക്കുകയും ദാനധർമാദികൾ ചെയ്യുകയും യഥാശക്തി ദ്രവ്യസഹിതം മഹാദേവന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ദോഷങ്ങൾ ഇല്ലാതാക്കുകയും ശ്രേയസ്സും യശസ്സും വർദ്ധിപ്പിക്കുന്നതാണ്. വാരഫലത്തിലേക്ക് കടക്കുമ്പോൾ പ്രധാനമായ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ ഇടവം രാശിയിൽ ചൊവ്വായും, മിഥുനത്തിൽ ആദിത്യനും, കർക്കിടകം രാശിയിൽ ബുധനും വ്യാഴവും, ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും സ്ഥിതി, രാഹു കുംഭത്തിലും മീനത്തിൽ ശനിയും, അതുപോലെ തന്നെ പക്ഷബലം വർദ്ധിച്ച് ആണ് ചന്ദ്രൻ സഞ്ചരിക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഒരു ആഴ്ചയാണ്. കണ്ടകശനി, ഏഴരശനിയൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്താൽ അതിൻ്റെ അതീത ദോഷങ്ങൾ വരികയില്ല. കാരണം 4-ാം ഭാവത്തിൽ കുടുംബത്തെ സൂചിപ്പിക്കുന്ന ആ സുഖസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നതിനാൽ നല്ല ഭാഗ്യാവസ്ഥകളും ദൈവാധീനവുമുള്ള സമയമായതിനാൽ ദോഷങ്ങളൊന്നും അധികം ബാധിക്കുകയില്ല. ദൈവാധീനമുണ്ടെങ്കിൽ പിന്നെ എന്ത് ദോഷങ്ങൾ? കടങ്ങളൊക്കെ വീടി വരുന്നതിനും, ആരോഗ്യം മെച്ചപ്പെടുന്നതിനും, തൊഴിൽ പുരോഗതി വന്നു ചേരുന്നതിനും യോഗമുണ്ട്. സുഹൃത്തുക്കളെയൊക്കെ വഴിമധ്യമൊക്കെ കണ്ടുമുട്ടുന്നതിനും പരസ്പരം സന്തോഷകരമായിട്ടൊക്കെ ഇരിക്കുവാനൊക്കെ അവസരങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗമുണ്ടാകാം. അത് സ്വാഭാവികമായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാ വ്യക്തികളും. അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ദിവസങ്ങളാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഒക്കെ യോഗമുണ്ട്. സ്വന്തം നാട് വിട്ട് ജോലികളൊക്കെ ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. ഏത് ജോലികൾ ചെയ്യുന്നവർക്കും അത് വിജയപ്രദമായിട്ടാണ് കണക്കാക്കുക. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുള്ളതിനാൽ കടം വീടുന്നതിനൊക്കെ യോഗമുണ്ട്. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ അത് വിട്ടുപോകുവാനും ശത്രുതാ മനോഭാവമൊക്കെ കുറഞ്ഞു വരുന്ന ഒരു ആഴ്ചയും കൂടിയാണ്. ഇടവം രാശിക്കാരായിരിക്കുന്ന കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഇടവം രാശി. ഈ രാശിക്കാർ പൊതുവെ അഭിവൃദ്ധികൾ വന്നു ചേരും. രാശിയിൽ തന്നെ ചൊവ്വ നിൽക്കുന്നു. അത് നിവൃത്തി സ്ഥാനാധിപനാണ്, പ്രവൃത്തികാരകനാണ്. അപ്പോൾ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും പ്രവൃത്തി രംഗത്ത് ഊർജ്ജസ്വലത കൈവരിക്കുവാനും പ്രസരിപ്പോടുകൂടി കാര്യങ്ങൾ ചെയ്യുവാനും കൃത്യനിഷ്ഠയോടുകൂടി തൊഴിൽ ഇടങ്ങളിൽ പ്രവർത്തിക്കുക വഴി മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും ഒക്കെ സഹകരണവും സ്നേഹവും വന്നു ചേരുവാൻ യോഗമുണ്ട്.
എന്നാൽ കുടുംബത്തെ ഐക്യത്തോടു കൂടി പോകുവാൻ പരസ്പരം ക്ഷമയും വിട്ടുവീഴ്ചയും ഒക്കെ ആവശ്യമായിരിക്കുന്ന ഒരു സമയമാണ്. വളരെയധികം ക്ഷമ കുടുംബത്ത് ദേഷ്യമൊക്കെ ഒഴിവാക്കുന്നു. സ്വന്തമായിട്ട് വാഹനം കൈകാര്യം ചെയ്യുന്നവർക്കും ചില ക്ലേശങ്ങളൊക്കെ സൂചകമാണ്. വാക്കിൻ്റെ സ്ഥാനത്ത് ആഗ്നേയഗ്രഹം സ്ഥിതി ചെയ്യുന്നതിനാൽ വാക്ക് വളരെയധികം സൂക്ഷിക്കണം. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക്, അതായത് ഒരു കുടുംബത്തെ കാര്യങ്ങൾ നോക്കുന്ന കാര്യങ്ങൾക്കായാലും തൊഴിൽ സ്ഥലത്തായാലും സമൂഹത്തിലായാലും ബന്ധുമിത്രാദികളുടെ കാര്യത്തിലുമൊക്കെ ഇടപെട്ട് പ്രവർത്തനങ്ങളിൽ വിജയം വരിക്കുവാനും വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കാനും ഒക്കെ യോഗമുണ്ട്. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽ രംഗത്ത് ചില മാന്ദ്യം അനുഭവിക്കുവാൻ സൂചനയുണ്ട്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് കർമ്മോത്സുകമായിട്ട് ക്രിയാത്മകമായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ നഷ്ടങ്ങൾ ഒഴിവാകുന്നതുമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. സ്വന്തം നാട് വിട്ടൊക്കെ ജോലി ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ നല്ല ഒരു ആഴ്ച. മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർദത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് മിഥുനം രാശി. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം നല്ല നേട്ടങ്ങൾ ഏത് രംഗത്തിടപെട്ടാലും ഉണ്ടാകേണ്ട ഒരു ആഴ്ചയാണ്. അതായത് രാശ്യാധിപനായിരിക്കുന്ന ബുധൻ, അത് സുഖസ്ഥാനത്തിൻ്റെ കൂടി അധിപനാണ്. ആ ബുധൻ വ്യാഴത്തിനോട് യോഗം ചെയ്ത് ധനസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ട് ഇടപെടുന്ന കാര്യങ്ങൾക്കൊക്കെ അപ്രതീക്ഷിതമായ തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട് ധന ആഗമന യോഗമുണ്ട്. ഷെയർ മാർക്കറ്റിങ്ങോ ബ്രോക്കറിങ്ങോ അങ്ങനെ ഉള്ള പല വിധത്തിൽ അപ്രതീക്ഷിതമായ ധനാഗമന യോഗം. അതുമല്ല എങ്കിൽ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് ദീർഘനാളുകളായിട്ട് കിട്ടാനുള്ള ഒരു തുക പല പ്രാവശ്യം ശ്രമിച്ചിട്ടും കിട്ടാതെ കിടക്കുന്നതൊക്കെ നേടിയെടുക്കുവാൻ അവസരം വന്നു ചേരും. അത് അംഗീകാരം വന്നു ചേരുവാൻ യോഗമുണ്ട്. കഴിവതും ദേഷ്യമൊക്കെ ഒഴിവാക്കുക. കുടുംബത്തെ സമാധാനവും സന്തോഷവും ഐശ്വര്യപൂർണവുമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. സഹോദര സ്ഥാനീയർ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ ചില നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകുവാൻ സൂചനയുള്ളതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാൻ ഓരോ പ്രശ്നങ്ങളും. സന്താനങ്ങൾക്ക് അഭിവൃദ്ധികൾ വന്നു ചേരും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. പരീക്ഷയൊക്കെ എഴുതുന്നവർക്ക് വിജയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ധനം കയ്യിൽ കൊണ്ട് നടക്കുന്നത് വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്കും വളരെ ശ്രദ്ധ ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. വിദേശത്തൊക്കെ പോകുവാനായിട്ട് ശ്രമിക്കുന്നവർക്ക് ആ കാര്യം സാധിക്കുന്നതിനുള്ള സമ്പൂർണമായ ദൈവാനുഗ്രഹമുള്ള ഒരു ഭാഗ്യമുള്ള ഒരു ആഴ്ച. സ്വന്തമായ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവർ അലസത വിട്ട് കൃത്യസമയത്തെ ഡ്യൂട്ടി മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുമ്പോൾ ചെയ്യുന്നത് പോലെ തന്നെ സ്വന്തം കാര്യത്തിൽ വരുമ്പോഴും കൃത്യനിഷ്ഠ ആവശ്യമാണ്. അങ്ങനെ വന്നാൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നല്ല ധന ആഗമന യോഗം ഉണ്ടാകും. കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർദത്തിൻ്റെ 4-ാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. 9-ാം ഭാവാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴമാണ് ആ രാശിയിൽ തന്നെ അത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ധനസ്ഥാനത്തേക്ക് ശുക്രനും വന്നിട്ടുണ്ട്. പല വിധത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാകും. ആരോഗ്യം മെച്ചപ്പെടും. തേജസ്സും ഓജസ്സും വർദ്ധിക്കും. കലാരംഗവുമായി ബന്ധപ്പെട്ടോ കലയുടെ ആവാന്തര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ ജോലികൾ ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ നല്ലതാണ്. സാമ്പത്തിക അഭിവൃദ്ധികൾ വന്നു ചേരും. അതുപോലെ പ്രസിദ്ധി വന്നു ചേരും. പ്രണയ സാഫല്യമുണ്ടാകും. പ്രണയങ്ങൾ വിവാഹത്തിലൊക്കെ കലാശിക്കുവാൻ തീരുമാനമെടുക്കുവാനൊക്കെ ഉള്ള അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ധൈര്യവും വീര്യവുമൊക്കെ ഒരു അല്പം കുറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചയാണ്. എങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുമ്പോൾ
പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതായിട്ടും വരും. വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിലൊക്കെ വിനിയോഗിക്കുവാനായിട്ട് വളരെ ശ്രദ്ധിക്കണം. അതായത് ധനസ്ഥാനത്ത് കേതു കൂടി നിൽക്കുന്നതിനാൽ ധനം പാഴായി പോവുക സ്വാഭാവികമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങളൊക്കെ വന്നു ചേരുന്നതുമാണ്. പ്രതിഭാസ്ഥാനത്ത് പൂർണ്ണമായ ബലം ഉള്ള ഒരു ആഴ്ച. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത വിജയങ്ങൾ, നേട്ടങ്ങൾ ഉണ്ടാകും. ഇൻ്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടുന്നതിനും അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുന്നതിനും ആഗ്രഹം പൂർത്തീകരിക്കുന്നതിനും സൂചനയുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കായാലും അധികാരം കയ്യിൽ വരുവാൻ യോഗമുള്ള ആഴ്ച. ചിങ്ങം രാശിക്കാരായിരിക്കുന്ന മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ പാദം അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഒരു ആഴ്ചയാണ്. അതായത് രാശിയിലേക്ക് ശുക്രൻ വന്നിരിക്കുന്നു. ശുക്രനെ സംബന്ധിക്കുന്നിടത്തോളം തൊഴിൽ സ്ഥാനത്തിൻ്റെ ആധിപത്യം കൂടിയുള്ള ഒരു ഗ്രഹമാണ്. എന്നിരുന്നാലും രാശിയിൽ രാഹു സ്ഥിതി ചെയ്യുകയും വ്യാഴം 12ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പല വിധത്തിലുള്ള കഷ്ടതകളോ നഷ്ടങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സൂചനയുണ്ട്. ആയതിനാൽ പ്രഥമമായിട്ട് ആരോഗ്യകാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഭക്ഷണ കാര്യങ്ങളിലും ഏതെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർക്ക് അത് കൃത്യനിഷ്ഠ പാലിക്കുക. കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ആരംഭത്തിൽ തന്നെ ചികിത്സിക്കുന്നതാണ് ഉത്തമം. വലിയ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ അത് ആവശ്യമാണ്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ സമനിലയിൽ പോകുന്ന ഒരു ആഴ്ചയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ പിണക്കമൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും അത് ഒരു പരിധി വരെയൊക്കെ കുറഞ്ഞ് ക്ഷമ, വിട്ടുവീഴ്ചയൊക്കെ കൂടി സമാധാനപരമായിട്ട് ജീവിക്കുവാൻ സാധിക്കും. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ ചില നേട്ടങ്ങളുണ്ടാകും. തൊഴിൽ സ്ഥാനത്ത് രാജയോഗകാരകനായിരിക്കുന്ന ചൊവ്വ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതും പ്രത്യേകതയാണ്. അത് പല വിധത്തിലുള്ള നേട്ടങ്ങൾ കൊണ്ടെത്തും. അധികാരം, അതായത് സ്ഥാനക്കയറ്റം വരിക, ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം, ട്രാൻസ്ഫർ വന്നു ചേരുക, വിദേശത്ത് ജോലിക്ക് പോകുവാൻ അവസരം ഒത്തുവരിക. അത് സ്വന്തം നാട് വിട്ട് പഠിക്കുന്നവർക്കും ജോലി ചെയ്യുന്നവർക്കും സ്വന്തം നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കും അതൊക്കെ ഗവൺമെൻറ് ജോലിക്കാർക്കും ഒക്കെ വളരെ നല്ലതാണ്. തത്തുല്യ പദവിയോടുകൂടിയ നല്ല പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്കും സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലതാണ്. അതുപോലെ സ്വന്തമായിട്ട് ജോലി ചെയ്യുന്നവർക്കും ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും ഉൽപ്പാദിത രംഗവുമായി ബന്ധപ്പെട്ട പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർക്കും അനുകൂലമായിരിക്കുന്ന നല്ല ഒരു തീരുമാനമെടുക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു ധന ആഗമന യോഗമുള്ള ഒരു ആഴ്ചയും കൂടിയാണ്. കന്നി രാശിക്കാരായിരിക്കുന്ന ഉത്രത്തിൻ്റെ 2, 3, 4 പാദങ്ങളും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. അതായത് 11ാമിടത്താണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തൊഴിൽ സ്ഥാനാധിപനായിരിക്കുന്ന ബുധൻ, അധികാരത്തിൻ്റെ ഗ്രഹം തൊഴിൽ സ്ഥാനത്ത് നിൽക്കുമ്പോൾ ബുധന് ഉപജയസ്ഥാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ആരോഗ്യപരമായിട്ട് വളരെ നല്ല ഒരു ആഴ്ചയാണ്. കൂടാതെ അധികാരത്തോടു കൂടിയ പഠിച്ച വിദ്യയ്ക്ക് അനുസരിച്ച് മനസ്സിനിണങ്ങിയ രീതിയിൽ ഒരു ജോലിയിൽ പ്രവേശിക്കുവാനൊക്കെ ഈ ആഴ്ച ഭാഗ്യമുണ്ട് ഈ കന്നി രാശിക്കാർക്ക്. അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ദൈവാധീനം ഉള്ള സമയമായതിനാൽ ആഗ്രഹം പൂർത്തീകരിക്കും. വിദേശ കാര്യവുമായി ബന്ധപ്പെട്ടും വളരെ നല്ലതാണ്. അതായത് 12ാം ഭാവത്തിൽ സ്ഥാനഭ്രംശസ്ഥാനത്ത് നിൽക്കുന്നത് ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന ശുക്രനാണ്. അങ്ങനെ ഉള്ളപ്പോൾ സ്വന്തം നാട് വിട്ട് ഒരു ഭാഗ്യം വന്നു ചേരുവാൻ, അത് സാഗരങ്ങൾ കടന്നുപോയി ആകാം, സപ്തസാഗരങ്ങൾ കടന്നുപോയി ആകാം, 80 കിലോമീറ്റർ അകലെ സ്വന്തം നാട് വിട്ടാകാം. അങ്ങനെയൊക്കെ വന്ന് ചേരുവാൻ ഭാഗ്യമുണ്ട്. പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്കും ജോലി ചെയ്യുന്നവർക്കും ജോലി അന്വേഷിക്കുന്നവർക്കും വന്നു ചേരുവാൻ യോഗമുണ്ട്. സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരും. കുടുംബത്തെ സമാധാനം വന്നു ചേരും. ഗൃഹം വാങ്ങുവാനോ വാഹനം വാങ്ങുവാനോ ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് സാധിക്കുന്ന ഒരു ആഴ്ചയാണ്.
കടങ്ങളൊക്കെ വീടി വരും. നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകുവാൻ സൂചനയുണ്ട്. പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യമുണ്ടാകാം. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം. തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3, 4 പാദങ്ങളും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് പൂർണ്ണമായ ദൈവാധീനമുണ്ട്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. കലാകാരന്മാരായിരിക്കുന്നവർക്കും അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും വാഹന സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമാണ്. അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം ഉണ്ടാകും. ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിക്കും. വീട് പുതുക്കി പണിയുവാൻ സാധിക്കും. അതിനൊക്കെ തീരുമാനം ആകുന്ന ഒരു സമയമാണ്. പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗം ഉണ്ടാകാം. ഏതെങ്കിലും തരത്തിൽ എതിർലിംഗക്കാരുമൊക്കെ ആയിട്ട് ഇടപെടുമ്പോൾ ഒരു ചെറിയ തരത്തിലെങ്കിലും ഒരു അപമാനങ്ങൾ വന്നു ചേരുവാൻ സൂചനയുണ്ട്. സുഹൃത്തുക്കളും സഹോദര സ്ഥാനീയരുമൊക്കെ സഹായത്തിന് ഉണ്ടാകും. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ജോലികളൊക്കെ ചെയ്യുന്നവർ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്താൽ നല്ല പുരോഗതി വന്നു ചേരുന്ന ആഴ്ച. വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിൻ്റെ 4 പാദവും അനിഴവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായ വിജയങ്ങളാണ് ഈ ആഴ്ച വന്നു ചേരുക. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ പൂർണ്ണ ബലവാനായിട്ട് രാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും അനുകൂലമായതിനാൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും. അതുപോലെ തന്നെ തക്ക സമയത്ത് തീരുമാനങ്ങൾ എടുക്കുവാനും പ്രവർത്തിച്ച് വിജയിക്കുവാനും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുവാനും സാധിക്കും. പ്രവൃത്തി രംഗത്ത് വിജയങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് കലാകാരന്മാർ, കായിക രംഗത്ത് ഉള്ളവർ, മിലിറ്ററിക്കാർ, പോലീസ് ഓഫീസേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ സ്ഥാനക്കയറ്റത്തിന് ആവശ്യമായ രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുവാനൊക്കെ ഈ ആഴ്ച സാധിക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. കുടുംബത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. ദമ്പതികളായിട്ടുള്ളവരും അത് വളരെ ശ്രദ്ധിക്കണം. ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക. വാക്കിൻ്റെ സ്ഥാനത്തേക്ക് ആഗ്നേയഗ്രഹമായ ചൊവ്വായും ആദിത്യനും ദൃഷ്ടി ചെയ്യുന്ന ഈ ആഴ്ച ദേഷ്യം വർദ്ധിക്കുന്നതിനും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതിനും കലഹങ്ങൾ ഉണ്ടാകുന്നതിനും സൂചനയുള്ളതിനാൽ വളരെ ക്ഷമ ആവശ്യമാണ്. ഏത് തൊഴിൽ ചെയ്യുന്നവർക്കും അവർക്ക് തൊഴിൽ വിജയിക്കും. IT മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും മെഡിക്കൽ രംഗത്തായാലും മറ്റ് അധ്യാപന രംഗത്തോ സർക്കാർ ജീവന രംഗത്തോ ഒക്കെ ജോലി ചെയ്യുന്നവർക്കും അഭിവൃദ്ധികരമാണ്. ധനു രാശിക്കാരായിരിക്കുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദമടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് വളരെ ജാഗ്രത ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആവശ്യമാണ്. രാശിയുടെ അധിപനും സുഖസ്ഥാനത്തിൻ്റെയും അധിപനായിരിക്കുന്ന വ്യാഴം ഉച്ചം ചെയ്താണ് നിൽക്കുന്നതെങ്കിലും സ്ഥിതി കൊണ്ട് അഷ്ടമഭാവത്തിലാണ്. കാര്യങ്ങൾ കുഴപ്പമില്ലാതെയൊക്കെ പോകും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ. എന്നാൽ കുത്സിത ബുദ്ധിക്കാരായ സുഹൃത്തുക്കളോ ശത്രുക്കളോ ഒക്കെ ബലഹീനതകൾ മനസ്സിലാക്കി അത് ദുരുപയോഗം ചെയ്ത് നാശത്തിലേക്ക് കൊണ്ട് എത്തിക്കാതെ വളരെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് കരാറുടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നവർ, ധനകാര്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് ഇളക്കം വരുവാൻ സൂചനയുണ്ട്. ഇപ്പോൾ തരാം എന്ന് പറഞ്ഞ് വായ്പ വാങ്ങിച്ചു കൊണ്ട് പോവുകയും പിന്നെ കണ്ടാൽ ശത്രുക്കളെ പോലെ പെരുമാറുകയും ചെയ്യുവാൻ സൂചനയുള്ളതിനാൽ വളരെ ജാഗ്രതയോടുകൂടി വേണം ഇടപെടുവാൻ. തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരും. അതിലെ കൃത്യനിഷ്ഠയോടുകൂടിയ അച്ചടക്കത്തോടുകൂടിയ പ്രവർത്തനം ആവശ്യമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് പൊതുവെ അലോസരതകളും അഭിപ്രായ വ്യത്യാസങ്ങളും സൂചനയുള്ളതിനാൽ വളരെയധികം ക്ഷമയും വിട്ടുവീഴ്ചയും ആവശ്യമാണ്. വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടുമൊക്കെ പൊതുവെ നല്ല ഒരു ആഴ്ച. മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിൻ്റെ 2, 3, 4 പാദവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്നതാണ് ഈ മകരം രാശിക്കാർ. മകരം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം പൂർണ്ണമായ ദൈവാധീനമുണ്ട്. രാശിയാധിപൻ്റെ സ്ഥിതി അനുസരിച്ച് ഉത്തമമാണ്. ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് സമാധാനപരമായ അന്തരീക്ഷമുണ്ടാകും. സ്വന്തം പേരിൽ ഒരു ഭൂമി വാങ്ങണം അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ എങ്കിൽ ഉത്തമമായ രീതിയിൽ ഒരു
വാഹനം വന്നു ചേരുന്നതിനോ ഭൂമി വന്നു ചേരുവാനും ഒക്കെ യോഗമുണ്ട്. ഗൃഹം നിർമ്മിക്കുന്നതിന് ആവശ്യമായ ഭൂമി വന്നു ചേരുക, അത് ഉത്തമമായ ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. അതുപോലെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം, ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുമൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികൾക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. വിദ്യാഭാവത്തിൽ ചൊവ്വ പ്രബല ഗ്രഹം സ്ഥിതി ചെയ്യുകയും വിദ്യയുടെ ഭാവത്തിൻ്റെ അധിപൻ്റെ സ്ഥിതി അനുസരിച്ച് വിദ്യാകാരകനായ ബുധൻ സാഗരയോഗത്തോട് നിൽക്കുന്നതിനായും സ്വന്തം നാട് വിട്ടൊക്കെ പോയി വിദേശങ്ങളിലൊക്കെ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇൻ്റർവ്യൂ ചെയ്യുന്നവർ, ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ, പരീക്ഷ എഴുതുന്നവർക്കുമൊക്കെ പാസ്സാകുവാൻ യോഗമുണ്ട്. പൊതുവെ തൊഴിൽപരമായ അഭിവൃദ്ധികളൊക്കെ വന്നു ചേരുവാൻ ഏറ്റവും ഭാഗ്യമുണ്ട്. തൊഴിൽ സ്ഥാനത്തിൻ്റെ അധിപൻ്റെ സ്ഥിതിയൊക്കെ അനുസരിച്ച് അപ്രകാരമാണ് കാണുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ചെയ്താൽ നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്ന ഒരു ആഴ്ചയും കൂടിയാണ്. കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ 3-4 പാദങ്ങളും ചതയവും പൂരുരുട്ടാതി ആദ്യത്തെ 1-2 പാദങ്ങളും 1-2-3 പാദങ്ങളും അടങ്ങുന്നതാണ് കുംഭം രാശി. ഈ കുംഭം രാശിയിൽ രാഹു സ്ഥിതി ചെയ്യും. വ്യാഴം അത്ര അനുകൂലമായിരിക്കുന്ന സമയമല്ല. ആയതിനാൽ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധയുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുവാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ്. അതായത് ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിച്ചിരിക്കും. തീരുമാനത്തിൽ ഉറപ്പുണ്ടായിരിക്കും. ആരോഗ്യം പൊതുവെ മെച്ചപ്പെടും. വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ ശത്രുക്കളായി പോകാതെ വളരെ ശ്രദ്ധിക്കുക. വന്ന് ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ശ്രദ്ധിച്ചാൽ ഒരു കുഴപ്പവും ഇല്ലാതെ മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കും. കുടുംബപരമായിട്ട് അഭിവൃദ്ധിയുള്ള സമയം. ഗൃഹം പുതുക്കിപ്പണിയോ മോടി പിടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുവാൻ തീരുമാനമെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർക്കും ഒരു അകൽച്ചയൊക്കെ ഉള്ളവരാണ് എങ്കിൽ പോലും അതൊക്കെ ഒരു പരിധി വരെയെങ്കിലും ഒക്കെ മാറി ഒന്നിച്ച് ജീവിത പങ്കാളിയും ഒക്കെ ആയിട്ട് സന്തോഷകരമായി ജീവിക്കുവാനോ യാത്ര പോകുവാനോ ഒക്കെ ഭാഗ്യമുള്ള ഒരു ആഴ്ചയാണ്. തൊഴിൽപരമായ രംഗങ്ങളിൽ കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിക്കുക, നല്ല നേട്ടങ്ങൾ വന്നു ചേരും. മീനം രാശിക്കാരായിരിക്കുന്ന പൂർട്ടാതി 4-ാം പാദവും ഉത്രട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രം. ഈ നക്ഷത്രക്കാർക്ക് ഏഴരശനി ജന്മത്തിൽ അനുഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് പല വിധത്തിലുള്ള കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ വന്നു ചേരും. അത് ഉണ്ടാകാതിരിക്കുവാൻ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ ഉണ്ടെങ്കിൽ അത് വളരെ നല്ല ഒരു അനുഗ്രഹപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. അതായത് രാശ്യാധിപൻ ആയിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ സുഖസ്ഥാനത്തിൻ്റെ അധിപനും ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. അത് വളരെ നേട്ടങ്ങൾ ഉണ്ടാകും. അതായത് ഏഴരശനിയും കണ്ടകശനിയും ഒക്കെ ഉള്ള സമയത്താണെങ്കിൽ പോലും പല വിധത്തിലുള്ള നല്ല കാര്യങ്ങളും സാധിച്ചു കിട്ടുന്നതായിട്ടും പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിന് ഏറ്റവും പ്രധാനം ക്ഷമയാണ്, വിട്ടുവീഴ്ചയാണ്. അതുപോലെ തന്നെയാണ് ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഒക്കെ വാക്കുകളെ മാനിച്ചുകൊണ്ട് അവർക്കിടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നേറിയാൽ പാരമ്പര്യ രീതിയൊക്കെ അനുസരിച്ച് കുടുംബത്തെ ഐശ്വര്യങ്ങൾ വന്നു ചേരും. അതായത് ഉത്തമമായ ഗൃഹം വന്നു ചേരുക, വാഹനം വന്നു ചേരുക, ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതികൾക്കായാലും യുവാക്കൾക്കായാലും ഒരു വിവാഹം വന്ന് വാക്കാകാൻ സാധിക്കുക. അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോവുക, ദമ്പതികളായിട്ടുള്ളവർക്ക് ഉല്ലാസയാത്ര പോകുന്നതിന് പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധികൾ വന്നു ചേരും, പ്രമോഷൻ കിട്ടുവാൻ യോഗമുണ്ട്. ഏഴരശനി ജന്മത്തിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യക്ഷമതയോടുകൂടി കൃത്യനിഷ്ഠയോടുകൂടി പ്രവർത്തിച്ചാൽ മേലധികാരികളിൽ നിന്ന് അംഗീകാരം വന്ന് ഒരു പ്രമോഷൻ വരിക. അത് പ്രൈവറ്റ് മേഖലയിലുമാകാം, ഗവൺമെൻറ്റിലുമാകാം, പ്രൈവറ്റോ അതുപോലെ തന്നെ തത്തുല്യ പദവികളിലൂടെ പ്രൈവറ്റ് മേഖലകളിൽ നല്ല അധികാരം വന്നു ചേരുക. അതുപോലെ പുതിയ പുതിയ കരാറുടമ്പടികളിൽ ഒപ്പുവെച്ച് നല്ല തൊഴിൽ പുരോഗതി വന്നു ചേരുവാൻ സ്വന്തമായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവർ, ഡീലേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, ഷെയർ മാർക്കറ്റിങ്, ബ്രോക്കറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്കും അപ്രതീക്ഷിതമായ വിജയങ്ങൾ വന്നു ചേരുവാനായിട്ട് യോഗമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ദോഷങ്ങളൊക്കെ മാറുന്നതിനും ഐശ്വര്യം വന്നു ചേരുവാനും തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ദേവതയെ പ്രാർത്ഥിക്കുന്നതും
ദ്രവ്യസഹിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, ദാനധർമാദികളൊക്കെ ചെയ്യുക, നല്ല രീതിയിൽ സംസാരിക്കുക, ക്ഷമ വിട്ടുവീഴ്ചയൊക്കെ ചെയ്യുക, അവസരം വന്നു ചേരുവാനായിട്ട് കാത്തിരിക്കുക, വന്നു ചേരുന്ന അവസരം വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. ഇതൊക്കെ വിജയത്തിനുള്ള പ്രധാനമായ കാൽവയ്പ്പുകളാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങളുടെ വിഷയങ്ങൾ എന്തുമാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമ്പർ വിളിച്ച് ചോദിക്കാം. വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും, ജോലി തടസ്സമോ വിവാഹ തടസ്സമോ മറ്റ് സന്താന കാര്യത്തിലെ തടസ്സമോ കടങ്ങളോ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വിളിച്ച് ചോദിക്കുന്നതിനൊക്കെ അവസരമുണ്ട്. നേരിട്ട് വരുന്നതിനും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.